എന്തിനാടാ ക്ലബിലേക്ക് പോകുന്നത്? എന്ത് പറ്റി വിമൽ? എനി പ്രോബ്ലം? നമ്മുടെ ഫാക്ടറിയിൽ എനർജി ഓണിൽ എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിക്കുന്നുണ്ടോ അച്ഛാ? വാട്ട് നോൺസെൻസ്? വോൾഗ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു അച്ഛാ. ഷിറ്റ്. ഫോറിനിൽ നിന്ന് എന്താണ് അച്ഛാ ഇമ്പോർട്ട് ചെയ്യുന്നത്? എനർജി ഓണിൽ അച്ഛൻ എന്തോ മിക്സ് ചെയ്യുന്നുണ്ടെന്നാണ് അവൾ. വിമൽ, നീ ഇപ്പം മദ്യപിച്ചിരിക്കുക. വീട്ടിലേക്ക് പോ. നാളെ രാവിലെ സംസാരിക്കാം. രഘു മരിച്ചതുപോലും ആത്മഹത്യയല്ല, കൊലയാണെന്നാണ് അവൾ പറഞ്ഞത്. അവളുടെ കയ്യിൽ എല്ലാത്തിനും സോളിഡ് എവിഡൻസ് ഉണ്ടെന്നാ പറയുന്നത്. എവിഡൻസോ? ഇപ്പൊ ഒന്നും പറയണ്ട, രാവിലെ സംസാരിക്കാം. ഇല്ല അച്ഛാ, വീട്ടിലേക്ക് തന്നെ. പഴനി സാർ, മക്കളെ വീട്ടിൽ കൊണ്ടു വിട്ടേരെ. ശരി സാർ. മാഡം, സാറ് വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങൾ പൊക്കോ. പോടോ. തലയിലെഴുത്ത എന്തിനാണ് ഇങ്ങനെ കുടിച്ചു വരുന്നത്? ഞാനല്ല അമ്മേ, ഇവനാ. അയ്യോ, ഞാനല്ല അമ്മേ, സത്യമായിട്ട് ഞാനല്ല. അവന്റെ ഒരു സത്യം. വല്ലതും കഴിച്ചോ? മാത്രം അടിച്ചോ. ഫാക്ടറിയിൽ എന്തോ തെറ്റ് നടക്കുന്നുണ്ടമ്മേ. അച്ഛൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടമ്മേ. നമ്മുടെ ഫാക്ടറിയിൽ രഘു ഉണ്ടായിരുന്നില്ലേ? രഘു അവൻ ആത്മഹത്യ ചെയ്തതല്ലമ്മേ, ആരോ അവനെ കൊല ചെയ്തതാ. ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞോണ്ട് പോയി കിടന്ന് ഉറങ്ങടാ. Seem to be taking a page from evangelical Christian activists in the 90s. They're taking control of state conventions to win you enough delegates to get your name placed formally to ship. I mean, is the goal to get you a prime minister? അവള് കയ്യിലെന്തോ വെച്ചിട്ടുണ്ട്. എന്താണത്? അവളെ പെൻട്രി വിഴിഞ്ഞെന്നാ തോന്നുന്നേ. എടുക്കടാ, ഫോൺ എടുക്കടാ. ഹേയ്, ഗുഡ് മോർണിംഗ് അഞ്ജലി. ഉടനെ തന്നെ ടിവി ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ കാണ്. ഏത് ചാനലാ? ഡിഡി ന്യൂസ്. വേഗം കാണ്. എന്താ കാര്യം? വിമൽ, ഇന്നലെ രാത്രി കൂടി ഞാൻ അവളോട് സംസാരിച്ചതാ. എന്താ സംഭവിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. വോൾഗ ഈസ് ഡെഡ്. എന്ത്? വിമൽ, വിമൽ. ഓ ഗോഡ്. കാലത്തിന്റെ രണ്ടാമത്തെ ബാൽക്കണിയിൽ നിന്നും താഴെ വീണു. എടാ എഴുന്നേക്കടാ. എടാ എഴുന്നേക്കാ. എന്നെ ഉറങ്ങാൻ സമ്മതിക്കടാ. എടാ വോൾഗ ഈസ് ഡെഡ്. അന്വേഷണത്തിൽ ഇതൊരു ആക്സിഡന്റ് തന്നെയാണ്. ആ കുട്ടി ഓവറായിട്ട് കുടിച്ചതുകൊണ്ട് കാൽ വെടുത്തി താഴേക്ക് വീണത്. അവള് ബാൽക്കണിയിൽ നിന്ന് വീണെന്നോ? അതെങ്ങനെ? അത് അങ്ങേരോട് ചോദിക്കേ. വോൾഗ എല്ലാ എവിഡൻസും വെച്ചിട്ടുണ്ടെന്ന് അച്ഛനോട് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇന്ന് വോൾഗ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചിരിക്കുന്നു. അതെങ്ങനെയാച്ചാ? അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? ന്യൂസിൽ പറയുന്നില്ലേ? മദ്യപിച്ച് ലെക്കില്ലാതെ വീണിച്ച അല്ല, അത് സത്യമല്ല. ഫ്രൈഡേ അവള് കുടിക്കാറില്ല. ഇന്നലെ അവള് കുടിച്ചിട്ടില്ല. എനിക്ക് കൺഫേംഡ് ആയിട്ട് അറിയാം. നിങ്ങളാണ് സാറേ കാപ്പി. നിങ്ങളാണ് അവളെ എന്തോ ചെയ്തത്. അയ്യോ,
നിന്റെ ഒന്നും ബോധം ഇതുവരെ തെളിഞ്ഞില്ലേ? എന്താ ഇവനീ പറയുന്നേ? ഷീ വാണ്ട് മീ. നിങ്ങൾ ചെയ്യുന്ന അക്രമങ്ങളെല്ലാം ആരെങ്കിലും എതിർക്കാൻ വന്നാൽ നിങ്ങൾ അവരെ വേരോടെ ഇല്ലാതാക്കുമെന്ന്. You murdered Volga. Hey Vimal, you shut up. Are you mad? മിണ്ടാതിരിക്കടാ. നീ മൂക്കറ്റ മദ്യ വെച്ചതുകൊണ്ടാ ഇന്നലെ അവളോട് എനിക്ക് സംസാരിക്കാൻ പറ്റാഞ്ഞത്. ഓ റിയലി? ഏതോ ഒരു വെള്ളക്കാരിക്ക് വേണ്ടി എന്നെ സംശയിക്കുകയാണല്ലേ? ഞാൻ സംശയിക്കല്ല, തീർച്ചയായും പറയാണ്. നിങ്ങളാ ആദ്യം രഘു, ഇപ്പൊ വോൾഗ, നാളെ ആരാ? നീ തന്നെയാടാ. ഞാൻ തന്നെ നിന്നെ കൊല്ലും. അച്ഛനെ പറ്റി അനാവശ്യം പറയാ. ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ലടാ. സെൽഫിഷ്. നിന്റെ സുഖത്തിനെ പറ്റി മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ. നിന്നെ ബാധിച്ച മാത്രമേ നീ ചോദിക്കൂ. നിനക്ക് ജീവിതം എൻജോയ് ചെയ്യണം. അതിനുള്ള കാശ് എങ്ങനെ വരുമെന്ന് നിനക്ക് അറിയേണ്ട ആവശ്യമില്ല. യു ആർ ബ്ലഡി പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് കൺസ്യൂമറിസം. ഏയ് ജോക്കർ, സ്റ്റോപ്പ്. എന്താടാ പാവങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചാ നീ വല്ല ചെകുവരാമെന്നാണ് വിചാരം? നീ ഇട്ടിരിക്കുന്ന ഷർട്ട്, പാന്റ്, ബെൽറ്റ്, അകത്തിട്ടിട്ടില്ലേ അണ്ടർവെയർ, ഇതൊക്കെ ആര് സംഭവിച്ച കാശാ? ഏതോ ബംഗാൾ വെള്ളപ്പൊക്കം, ഗുജറാത്തിൽ ഭൂകമ്പം, സുനാമി, യൂണിസെഫ് എൻജിഒക്കെല്ലാം നീ വലിച്ചു വാരി കൊടുക്കുന്നില്ലേ? ഇതൊക്കെ ആരുടെ കാശെന്നാ? നീ ലോറി ഓടിച്ച് സമ്പാദിച്ചതാ? നിന്നെ പറഞ്ഞ മനസ്സിലാവൂലടാ. മക്കളെ എന്താ ഇത്? എന്തോ കാണിക്കുന്നേ? ഐ സേ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. എടാ മക്കളെ നിർത്താൻ. ലിസൺ ടു മീ. അഖി, ഞാൻ പറയുന്ന കേക്ക്. അഖി, കം ഓൺ ഐ സേ. അഖി. അയ്യോ എടാ, വിടടാ. എന്താ ഈ കാണിക്കുന്നേ? തമ്മിലടിക്കുന്നോ? വിടടാ. എടാ വിടടാ. അടി കൂടുതൽ കണ്ടിട്ട് നോക്കി നിൽക്കുന്നു. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ നിനക്ക് പറ്റിയത്? അമ്മേ, അച്ഛനെ പറ്റി ഇവൻ അനാവശ്യം പറയുന്നു. അച്ഛൻ 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 എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നില്ലേ? അച്ഛന്റെ തനി നിറം എന്താണെന്ന് അറിയോ നിനക്ക്? രണ്ട് കുഞ്ഞുങ്ങൾക്കും കൂടി ഒരു ഹാർട്ടാണുള്ളത്. ഇങ്ങനെയുള്ള ഇരട്ടക്കുട്ടികൾ ജീവിച്ചതായിട്ട് മെഡിക്കൽ ഹിസ്റ്ററിയിലേ ഇല്ല. ഹാർട്ടുള്ള കുഞ്ഞിനെ മാത്രം രക്ഷപ്പെടുത്തിയിട്ട് മറ്റേ മാംസപിണ്ഡത്തെ വേർപെടുത്തിയേക്കാം. ഞാൻ അടുക്കള ജോലി ചെയ്യില്ലേ? കുട്ടികൾ കിടന്ന് കരയുന്ന കണ്ടിട്ട് ഒന്ന് സമാധാനിപ്പിച്ചു കൂടെ? എന്താ സുന്ദരേ, ഇതുവരെ ശരിയാക്കിയില്ലേ? അന്നേ ലാഭം എടുത്ത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ? മറന്നിട്ടില്ല അച്ഛാ. എനിക്കതൊന്നും മറക്കാൻ പറ്റുന്നില്ല. എല്ലാം എന്റെ ഓർമ്മയെ വേട്ടയാടുക. ഇതൊന്നും ആരും അറിയണ്ടെന്നാ വിചാരിച്ചത്. ഈ ഓർമ്മകളൊക്കെ എന്റെ കൂടെ അങ്ങ് ചത്തുപോയിക്കോട്ടെ. നിനക്ക് എന്തു പറ്റി മോനെ? നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ട. എനിക്ക് ആരെയും വേണ്ട. എന്നെ എന്റെ വഴിക്ക് പോവാൻ വിട്ടേക്കമ്മേ. പോടാ, പോയി തൊലി പോ. എന്താ അമ്മ ഞങ്ങൾ ജനിച്ചോടനെ ഇവനെ അറുത്ത് മാറ്റാഞ്ഞത്? ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല. ഞാനില്ല, നിനക്ക് ഒരു അടി പോലും എടുത്തു വെക്കാൻ പറ്റില്ല. എക്സ്ട്രാ ഫിറ്റിങ്. എന്താ? ഏയ്, ഞാനില്ലെങ്കിൽ നീ വെറും മാംസ പിണ്ടോടാ. നിനക്ക് സ്വന്തമായിട്ട് ഹൃദയം ഉണ്ടോടാ? ഹാർട്ട്ലെസ് ഫെലോ. എന്താടാ ഈ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും വേറെ പിരിഞ്ഞു പോകാൻ വേണ്ടിയാണോ കഷ്ടപ്പെട്ട് വളർത്തിയത്? അവന്റെ വർത്താനം കണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും വെവ്വേറെ അല്ലടാ. ഒരു ജീവനാണ്. എന്റെ ജീവനാണ്. എന്റെ ജീവൻ. Oh,